പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. ഇനി സ്പൂൺ വെച്ച് ഒന്ന് എല്ലാ ഭാഗത്തേക്കും നിരത്തി വച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ക്യാരമലൈസ്ഡ് ആയിട്ടുണ്ടാകും. ഇതുപോലെ ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി നുറുക്കിയതിന് ശേഷം ഒരിത്തിരി നേരം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. ഇനി ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആയി ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 2-3 ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുക. കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ ഇതേപോലെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഓയിൽ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തതോ എങ്ങനെയായാലും മതി, അതുകൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് വെജിറ്റബിൾസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർക്കുക. അതുപോലെ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. കട്ടക്കായം ചേർക്കരുത്. കട്ടക്കായം ചേർത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മെൽറ്റാവാണ്ട് ഇങ്ങനെ പീസായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ ഒരു 1/2 ഗ്ലാസ്സിന് താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ, ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കുക. പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. പാവയ്ക്കൊക്കെ ചേർക്കണതുകൊണ്ട് കുറച്ച് വിനീഗർ കൂടുതലായിട്ട് വേണ്ടി വരും. ഇനി ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും ചെറിയൊരു മധുരവും ഇത്തിരി പുളി, എരിവ് എല്ലാം ഒരിത്തിരി കൂടി ഇങ്ങനെ മുമ്പോട്ട് കൂടി നിൽക്കുന്ന ആ ഒരു പാകത്തിലെടുക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതുപോലെ നല്ല തിക്ക് ഗ്രേവിയോടുകൂടി നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾസിൻ്റെ ഒരു പിക്കിളാണ് കേട്ടോ. ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.